നമസ്കാരം. ടേക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇവിടുത്തെ കോഡ് ശ്രദ്ധിച്ചല്ലോ. ഡോണ്ട് ഗിവ് അപ്പ്, ഓൾ ഓഫ് യുവർ ഹാർഡ് വർക്ക് വിൽ പേ ഓഫ് സൂൺ. സ്റ്റിക്ക് വിത്ത് വാട്ട് യു ആർ ഡൂയിങ്, നോ മാറ്റർ ഹൗ ഹാർഡ് ഇറ്റ് ഗെറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനം ഒരിക്കലും ഉപേക്ഷിക്കരുത്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഉടൻ തന്നെ നമുക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും. അത് എന്ത് കാര്യത്തിലായാലും അങ്ങനെയാണ്. ഇപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ജോലി നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും പഠിക്കുക. നമുക്ക് തീർച്ചയായും ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ASM എക്സാമിൻ്റെ ഭാഗമായുള്ള 15 ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ ക്ലാസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സ് പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗാണ്. അതിനു മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി മലയാളം, ഇംഗ്ലീഷ്, മാത്സ് PYQs ഇടുന്നുണ്ട്. മോർണിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടും, ഈവനിങ് അതിൻ്റെ ആൻസർ ഇടുന്നതായിരിക്കും. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ. പിന്നെ ഈ ക്ലാസ്സിൻ്റെ PDF ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഈ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 സ്ഥാപിതമായ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു സർക്കാർ സ്ഥാപനമായിരുന്നു. അപ്പോൾ നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ നോക്കുന്നതിന് മുമ്പേ കുറച്ച് പ്ലാനിങ്ങിൻ്റെ കുറച്ച് സമിതികളും ചില കമ്മീഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിനെപ്പറ്റി നോക്കാം. ആദ്യം ദേശീയ ആസൂത്രണ സമിതി. ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വന്നത് 1938 INC സമ്മേളനത്തിൽ ആയിരുന്നു. അപ്പോൾ 1938 INC സമ്മേളനം നടന്നത് ഹരിപുരയിൽ വെച്ചിട്ടായിരുന്നു. 1938 ഹരിപുര സമ്മേളനത്തിൻ്റെ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസാണ്. ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഇത് പരാജയമായിരുന്നു. പിന്നെ 1946 ഇതിൻ്റെ പിന്തുടർച്ചയായി ഇടക്കാല ഗവൺമെൻറ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് KC നിയോഗി ആയിരുന്നു. അപ്പോൾ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത് 1938 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു ഈ സമിതി രൂപീകരിച്ചത്. അത് ഹരിപുര സമ്മേളനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ദേശീയ ആസൂത്രണ സമിതിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയതും സുഭാഷ് ചന്ദ്രബോസാണ്. ഈ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഇത് പരാജയമായിരുന്നു. 1946 ഇതിൻ്റെ പിന്തുടർച്ചയായിട്ട് നമ്മൾ ഇടക്കാല ഗവൺമെൻറ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്നു KC നിയോഗി. മറ്റു പദ്ധതികൾ നോക്കാം. ഗാന്ധിയൻ പ്ലാൻ 1944 ഗാന്ധിയൻ പ്ലാൻ വരുന്നത്. ഗാന്ധിയൻ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് S. നാരായൺ അഗർവാൾ ആയിരുന്നു. അപ്പോൾ SN അഗർവാൾ എന്ന വ്യക്തി, ഇദ്ദേഹം വാർധ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു. വാർധ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഗാന്ധിയൻ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് S. നാരായൺ അഗർവാൾ ആയിരുന്നു. ഗാന്ധിയൻ പ്ലാനിങ്ങിൻ്റെ അവതാരിക എഴുതിയത് മഹാത്മാഗാന്ധിയാണ്. ഈ പദ്ധതി ലക്ഷ്യം വെച്ചത് സാമ്പത്തിക വികേന്ദ്രീകരണവും കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെയുള്ള ഗ്രാമവികസനവുമാണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് JC കുമരപ്പ. അപ്പോൾ ഗാന്ധിയൻ പ്ലാൻ 1944 ഇയർ ഓർത്ത് വയ്ക്കുക. ഗാന്ധിയൻ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത്. S. നാരായൺ അഗർവാളാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഗാന്ധിയൻ പ്ലാനിങ്ങിൻ്റെ അവതാരിക എഴുതിയത് മഹാത്മാഗാന്ധിയാണ്. ഈ പദ്ധതി ലക്ഷ്യം വെച്ചത് സാമ്പത്തിക വികേന്ദ്രീകരണവും കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെയുള്ള ഗ്രാമവികസനവുമാണ്. സാമ്പത്തിക വികേന്ദ്രീകരണം, പിന്നെ കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനത്തിലൂടെയുള്ള ഗ്രാമവികസനം, ഇതാണ് ഗാന്ധിയൻ പ്ലാന് ലക്ഷ്യം വെച്ചത്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് JC കുമരപ്പയാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന് രൂപം നൽകിയത്. അടുത്തത് ബോംബെ പ്ലാൻ. 1944 ഉണ്ടായത് തന്നെയാണ് ബോംബെ പ്ലാൻ. 1944 ഇന്ത്യയിലെ 8 വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി ഒരു പദ്ധതി തയ്യാറാക്കി. ഇത് ബോംബെ പദ്ധതി എന്നറിയപ്പെടുന്നു. ആ 8 വ്യവസായികൾ ആരൊക്കെയെന്ന് നോക്കാം. JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, ലാല ശ്രീറാം, കസ്തൂർബായ് ലാൽബായ്, AD ഷിറോഫ്, അർദേശ്വർ ലാൽ, ജോൺ മത്തായി എന്നിവരായിരുന്നു ആ 8 വ്യവസായികൾ. ഇന്ത്യക്കായുള്ള സാമ്പത്തിക വികസന പദ്ധതിയെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത മെമ്മോറാണ്ടം എന്ന അവരുടെ പുസ്തകത്തിൽ 15 വർഷത്തിനുള്ളിൽ പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കാനും ദേശീയ വരുമാനം 3 ഇരട്ടിയാക്കാനും അവർ ശുപാർശ ചെയ്തു. പദ്ധതിക്ക് നേതൃത്വം നൽകിയത് അർദേശ്വർ ദലാൽ ആയിരുന്നു. ഈ ബോംബെ പ്ലാൻ എന്ന പദ്ധതിക്ക് നേതൃത്വം നൽകിയത് അർദേശ്വർ ദലാലാണ്.
1944 ഇത് രൂപം കൊണ്ടത്. 1944 ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 94 44. 1944 ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷനായിരുന്നു അർദേശിർ ദലാൽ. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. ഇത് വ്യാവസായിക പ്ലാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. സർക്കാർ ഇടപെടലും നിയന്ത്രണവും ഇല്ലാത്ത സമ്പദ് വ്യവസ്ഥ വളരില്ല എന്നതായിരുന്നു ബോംബെ പദ്ധതിയുടെ പ്രധാന തത്വം. അപ്പോൾ ബോംബെ പ്ലാൻ ഒന്നുകൂടി നോക്കാം. 1944 ബോംബെ പ്ലാൻ വരുന്നത്. 1944 ഇന്ത്യയിലെ 8 വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി ഒരു പദ്ധതി തയ്യാറാക്കി. ഇതാണ് ബോംബെ പദ്ധതി എന്നറിയപ്പെടുന്നത്. ആ 8 വ്യവസായികൾ ആരൊക്കെയെന്ന് നോക്കാം. JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ലാല ശ്രീറാം, കസ്തൂർബായ് ലാൽബായ്, AD ഷിറോഫ്, അർദേശിർ ദലാൽ, ജോൺ മത്തായി എന്നിവരായിരുന്നു ആ 8 വ്യവസായികൾ. ഇന്ത്യക്കായുള്ള സാമ്പത്തിക വികസന പദ്ധതിയെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത മെമ്മോറാണ്ടം എന്ന അവരുടെ പുസ്തകത്തിൽ 15 വർഷത്തിനുള്ളിൽ പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കാനും ദേശീയ വരുമാനം 3 ഇരട്ടിയാക്കാനും അവർ ശുപാർശ ചെയ്തു. പദ്ധതിക്ക് നേതൃത്വം നൽകിയ വ്യക്തി അർദേശിർ ദലാലായിരുന്നു. 1944 ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷനായിരുന്നു അർദേശിർ ദലാൽ. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി ആയിരുന്നു. ഇത് വ്യാവസായിക പ്ലാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. സർക്കാർ ഇടപെടലും നിയന്ത്രണവും ഇല്ലാത്ത സമ്പദ് വ്യവസ്ഥ വളരില്ല എന്നതായിരുന്നു ബോംബെ പദ്ധതിയുടെ പ്രധാന തത്വം. അടുത്തത് ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ. 1945 ജനകീയ പദ്ധതി നിലവിൽ വരുന്നത്. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് MN റോയ്. 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ജനകീയ പദ്ധതി. അപ്പോൾ ജനകീയ പദ്ധതി 1945 അത് കൊണ്ടുവന്നത് MN റോയ് ആയിരുന്നു. കൃഷിക്ക് പ്രാഥമിക പരിഗണന നൽകി. മാർക്സിസ്റ്റ് സോഷ്യലിസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഈ പ്ലാൻ. റാഡിക്കൽ പ്ലാൻ എന്നും ഇതറിയപ്പെടുന്നു. അപ്പോൾ ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ 1945 1945 MN റോയ് കൊണ്ടുവന്നതാണ് ജനകീയ പദ്ധതി. 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയായിരുന്നു ഇത്. കൃഷിക്കാണ് പ്രാഥമിക പരിഗണന നൽകിയത്. മാർക്സിസ്റ്റ് സോഷ്യലിസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഈ പ്ലാൻ. റാഡിക്കൽ പ്ലാൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നത് പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതിയാണ്. ഇത് 1945 MN റോയ് കൊണ്ടുവന്നത്. അടുത്തത് സർവോദയ പ്ലാൻ 1950. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണനാണ് സർവോദയ പദ്ധതി കൊണ്ടുവരുന്നത്. ഗാന്ധിയൻ പ്ലാനിൽ നിന്നും വിനോബ ഭാവെയുടെ ചില ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചത്. എല്ലാവർക്കും ക്ഷേമം എന്നാണ് സർവോദയ എന്ന വാക്കിന്റെ അർത്ഥം. മഹാത്മാഗാന്ധി സർവോദയ എന്ന പദം സൃഷ്ടിച്ചത് ജോൺ റസ്കിന്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ സർവോദയ പ്ലാൻ കൊണ്ടുവന്നത് ജയപ്രകാശ് നാരായണാണ് 1950. ഗാന്ധിയൻ പ്ലാനിൽ നിന്നും വിനോബ ഭാവെയുടെ ചില ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചത്. എല്ലാവർക്കും ക്ഷേമം എന്നാണ് സർവോദയ എന്ന വാക്കിന്റെ അർത്ഥം. മഹാത്മാഗാന്ധി സർവോദയ എന്ന പദം സൃഷ്ടിച്ചത് ജോൺ റസ്കിന്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ ഏതൊക്കെ പ്ലാനാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നതിന് മുമ്പേ ഇന്ത്യയിൽ വന്നിട്ടുള്ള മറ്റു പ്ലാനുകളൊക്കെയാണ്. ദേശീയ ആസൂത്രണ സമിതി 1938 സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായിട്ട് കൊണ്ടുവന്നത്. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ INC സമ്മേളനത്തിൽ ഹരിപുര സമ്മേളനത്തിലായിരുന്നു ഇതിനെ രൂപവൽക്കരിച്ചത്. ഇതിൻ്റെ നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഇതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അത് പരാജയപ്പെട്ടതിന് ശേഷം 1946 ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. അതിൻ്റെ ചെയർമാൻ KC നിയോഗിയായിരുന്നു. പിന്നെ ഗാന്ധിയൻ പ്ലാൻ വന്നു 1944. ഇതിന് നേതൃത്വം നൽകിയത് SN അഗർവാളാണ്. പിന്നെ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവായിട്ടുണ്ടായിരുന്നത് JC കുമരപ്പയാണ്. പിന്നെ ബോംബെ പ്ലാന് അത് ബോംബെയിലെ 8 വ്യവസായികൾ തമ്മിൽ 1944 രൂപം കൊടുത്ത പ്ലാനാണ്. 8 വ്യവസായികൾ JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ലാല ശ്രീറാം, കസ്തൂർബായ് ലാൽബായ്, AD ഷിറോഫ്, അർദേശിർ ദലാൽ, ജോൺ മത്തായി എന്നിവരാണ്. പിന്നെ ഈ പ്ലാനാണ് വ്യാവസായിക പ്ലാൻ എന്നും അറിയപ്പെടുന്നു. ഇതിൽ ഉണ്ടായിരുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു, ജോൺ മത്തായി. പിന്നെ ജനകീയ പദ്ധതി കൊണ്ടുവന്നത് 1945 MN റോയ് ആണ്. അതിനുശേഷം സർവോദയ പ്ലാൻ കൊണ്ടുവന്നു. അത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആസൂത്രണ കമ്മീഷൻ എന്താണെന്ന് നോക്കാം. ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസ്ഥാനം യോജന ഭവൻ, ന്യൂഡൽഹി. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. മറ്റംഗങ്ങൾ ഉപാധ്യക്ഷൻ, കേന്ദ്ര ക്യാബിനറ്റ് നയിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ.
ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ എന്നിവരായിരുന്നു. അപ്പോൾ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജന ഭവനായിരുന്നു. അധ്യക്ഷനായിരുന്നത് പ്രധാനമന്ത്രിയാണ്. പിന്നെ ഒരു ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നയിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ എന്നിവരാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കുക. CD ദേശ്മുഖ് ആദ്യ പ്ലാനിംഗ് കമ്മീഷനിൽ അംഗമല്ലാതിരുന്നവർ എന്ന് വന്നിട്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക ഇവരുടെ പേര് തന്നിട്ട്. അപ്പോൾ പേര് നോക്കി വയ്ക്കുക. CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ എന്നിവരായിരുന്നു ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ. പിന്നെ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഇത് ഒരു ഉപദേശക സമിതിയാണ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒരു ഉപദേശക സമിതിയാണ്, ഭരണഘടനാ സ്ഥാപനമൊന്നുമല്ല. ഒരു ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി 12 പഞ്ചവത്സര പദ്ധതികളുണ്ടായിരുന്നു. ഇതൊക്കെ ആസൂത്രണ കമ്മീഷനാണ് പ്ലാൻ ചെയ്തിട്ട് നടപ്പിലാക്കിയിരുന്നത്. ആസൂത്രണ കമ്മീഷന്റെ അവസാന ചെയർമാനായിരുന്നത് നരേന്ദ്രമോദിയാണ്. നമുക്കറിയാം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയതും നീതി ആയോഗ് കൊണ്ടുവന്നു നോക്കി. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ അവസാന ചെയർമാനായിരുന്നത് നരേന്ദ്രമോദിയായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയയാണ്. മൊണ്ടേക് സിംഗ് അലുവാലിയ. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതാണ് ആസൂത്രണ കമ്മീഷൻ. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ അറിയപ്പെട്ടിരുന്നത് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നാണ്. ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് വേണ്ടി വാദിച്ച കമ്മിറ്റിയാണ് സാമ്പത്തിക പരിപാടി കമ്മിറ്റി, അതായത് ഇക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി. 1947 സ്വാതന്ത്ര്യം ലഭിച്ചയുടനെ അഖിലേന്ത്യാ കോൺഗ്രസ് രൂപീകരിച്ച കമ്മിറ്റിയാണ് ഇത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ. കോർപ്പറേറ്റ് ഗവൺമെന്റ് പങ്കാളിത്തങ്ങളെയും നഗര ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകളെയും സന്തുലിതമാക്കാനുള്ള ഒരു തന്ത്രം വികസിപ്പിക്കുക എന്നതായിരുന്നു ഈ കമ്മിറ്റിയുടെ ചുമതല. 1950 ബഡ്ജറ്റ് പ്രസംഗത്തിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ജോൺ മത്തായി ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് 1950 മാർച്ച് 15 ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമാവുന്നത്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലനിന്നത് എത്ര കാലമാണ്? 64 വർഷം. 1950 മാർച്ച് 15 മുതൽ 2014 ഓഗസ്റ്റ് 17 വരെയായിരുന്നു ആസൂത്രണ കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനം നടത്തിയത്. നമുക്കിതുവരെ പറഞ്ഞത് ഒന്നും കൂടി നോക്കാം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജന ഭവനായിരുന്നു. അധ്യക്ഷൻ പ്രധാനമന്ത്രി, മറ്റംഗങ്ങൾ ഉപാധ്യക്ഷൻ, കേന്ദ്ര ക്യാബിനറ്റ് നയിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ എന്നിവയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ എന്നിവരാണ്. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഇത് ഒരു ഉപദേശക സമിതിയായിരുന്നു. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. ആസൂത്രണ കമ്മീഷന്റെ അവസാന ചെയർമാൻ നരേന്ദ്രമോദിയായിരുന്നു. അവസാന ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയയായിരുന്നു. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് വേണ്ടി വാദിച്ച കമ്മിറ്റിയാണ് സാമ്പത്തിക പരിപാടി കമ്മിറ്റി. ഇത് ചോദിക്കാം. ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് വേണ്ടി വാദിച്ച കമ്മിറ്റി ഇക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി. 1947 സ്വാതന്ത്ര്യം ലഭിച്ചയുടനെ അഖിലേന്ത്യാ കോൺഗ്രസ് രൂപീകരിച്ച കമ്മിറ്റിയാണ് ഇത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ. കോർപ്പറേറ്റ് ഗവൺമെന്റ് പങ്കാളിത്തങ്ങളെയും നഗര ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകളെയും സന്തുലിതമാക്കാനുള്ള ഒരു തന്ത്രം വികസിപ്പിക്കുക എന്നതായിരുന്നു ഈ കമ്മിറ്റിയുടെ ചുമതല. 1950 ബഡ്ജറ്റ് പ്രസംഗത്തിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ജോൺ മത്തായി ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. 1950 മാർച്ച് 15 ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത്. അങ്ങനെ സ്ഥാപിതമായ ആസൂത്രണ കമ്മീഷൻ 64 വർഷത്തോളം ഇന്ത്യയിൽ നിലനിന്നു. അവർ പഞ്ചവത്സര പദ്ധതികളൊക്കെ നടപ്പിലാക്കി. അങ്ങനെ 1950 മാർച്ച് 15 മുതൽ 2014 ഓഗസ്റ്റ് 17 വരെയായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ കാലാവധി. ഇതിന് പകരമായിട്ടാണ് 2015 ജനുവരി 1 നീതി ആയോഗ് സ്ഥാപിതമായത്. 1950 സ്ഥാപിതമായി 2014 ഓഗസ്റ്റ് 17 വരെ പ്രവർത്തനമുണ്ടായിരുന്നുള്ളൂ. ഇതിന് പകരമായിട്ട് 2015 ജനുവരി 1 നീതി ആയോഗ് സ്ഥാപിച്ചു. അടുത്ത് നോക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ വിട്ടുപോയി, എന്നാലും ഇത് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. അപ്പോൾ PC മഹലനോബിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പിയാണ്. വിശ്വേശ്വരയ്യ ആസൂത്രണത്തിൻ്റെ പിതാവാണ്. അതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവും കൂടിയാണ് PC മഹലനോബിസ്.
വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയുണ്ട് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. 1934 പുറത്തിറങ്ങിയ കൃതിയാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ് എന്നിവയൊക്കെ. ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 അപ്പോൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 1955 ഭാരതരത്ന ലഭിച്ച വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ. പിന്നെ നമുക്ക് അറിയാം സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റീൽ പ്ലാന്റ് ആയിട്ടുള്ള വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് 1923 സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് മൈസൂരിൽ ഭദ്രാവതി നദിയുടെ തീരത്താണ് ഈ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂറാണ്. ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നും അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ്, മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സൗത്ത് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ പ്ലാന്റാണ്. ഇത് 1923 സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് കൂടിയാണ് PC മഹലനോബിസ്. നമുക്ക് അടുത്ത് നോക്കാം നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDC. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ വികസന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമുള്ള അപ്പർ ബോഡിയാണ് NDC. 1952 ഓഗസ്റ്റ് 6 രൂപം കൊണ്ട ഇത് രാഷ്ട്രീയ വികാസ് പരിഷത്ത് എന്നും അറിയപ്പെടുന്നു. പാർലമെന്റ് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പഞ്ചവത്സര പദ്ധതികളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നതിനുള്ള പരമോന്നത സ്ഥാപനം ദേശീയ വികസന കൗൺസിലാണ്. അപ്പോൾ പാർലമെന്റ് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പഞ്ചവത്സര പദ്ധതികളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് ദേശീയ വികസന കൗൺസിൽ, അതായത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. ആസ്ഥാനം ന്യൂഡൽഹി ആയിരുന്നു. ഇതിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി. ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദി. ആദ്യ സമ്മേളനം നടന്നത് 1952 നവംബറിലായിരുന്നു. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകിയിരുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. NDC ഒരു ഉപദേശക സമിതിയാണ്. അപ്പോൾ NDC പ്ലാനിംഗ് കമ്മീഷൻ നിർത്തിവെച്ചിരുന്നെങ്കിലും NDC ഇപ്പോഴും നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിർത്തിയിട്ടില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇപ്പോഴും അത് നിലവിലുണ്ട്. അപ്പോൾ ഇതിൽ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. NDCയിലെ മറ്റംഗങ്ങൾ നോക്കാം. കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവയെല്ലാം NDCയിലെ അംഗങ്ങളാണ്. NDCക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിൽ. അപ്പോൾ നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ ഇപ്പോൾ NDCയിലുള്ള അംഗങ്ങളൊക്കെ ഇപ്പോൾ അതിലാണ് അംഗമായിരിക്കുന്നത്. അപ്പം NDCക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിൽ. ഒന്നും കൂടി നോക്കാം NDC എന്താണെന്ന്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ വികസന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമുള്ള അപ്പർ ബോഡിയാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. 1952 ഓഗസ്റ്റ് 6 രൂപം കൊണ്ട ഇത് രാഷ്ട്രീയ വികാസ് പരിഷത്ത് എന്നും അറിയപ്പെടുന്നു. പാർലമെന്റ് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പഞ്ചവത്സര പദ്ധതികളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നതിനുള്ള പരമോന്നത സ്ഥാപനമാണ് ദേശീയ വികസന കൗൺസിൽ. ദേശീയ വികസന കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ചെയർമാൻ പ്രധാനമന്ത്രി. ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദി. ആദ്യ സമ്മേളനം നടന്നത് 1952 നവംബറിലായിരുന്നു. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകിയിരുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. NDC ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷനെ പോലെ തന്നെ ഒരു ഉപദേശക സമിതിയാണ് NDCയും. NDCയിലെ മറ്റംഗങ്ങൾ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ. NDCക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിൽ. അപ്പോൾ ഇത്രയാണ് NDCനെ പറ്റി പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം നീതി ആയോഗ്. നീതി ആയോഗ് ഈ എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നീതി ആയോഗിൽ നിന്നും ഉറപ്പാണ്. അപ്പം നമുക്ക് നോക്കാം നീതി ആയോഗ്. 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികൾക്കും പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു. അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. അപ്പം ഇത് ചോദിക്കാം. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. പരമാവധി ഭരണം, മിനിമം സർക്കാർ എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് നീതി ആയോഗ് രൂപം കൊണ്ടത്.
പരമാവധി ഭരണം മിനിമം സർക്കാർ എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീതി ആയോഗ് രൂപം കൊണ്ടത്. അതായത് മാക്സിമം ഗവേണൻസ് ആൻഡ് മിനിമം ഗവൺമെൻറ്. പരമാവധി ഭരണം മിനിമം സർക്കാർ എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീതി ആയോഗ് രൂപം കൊണ്ടത്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. അതായത് ഭരണഘടനാ സ്ഥാപനമൊന്നുമല്ല. പ്ലാനിംഗ് കമ്മീഷനെ പോലെ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക എന്നാണ് പ്രധാന ചുമതല. അതായത് ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ചുമതല. ടീം ഇന്ത്യ എന്നറിയപ്പെടുന്ന നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-നാണ്. അപ്പോൾ നീതി ആയോഗ് 2015 ജനുവരി 1-ന് രൂപം കൊണ്ടു. ഇതിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ്. ഇത് 2015 ഫെബ്രുവരി 8-നായിരുന്നു. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗ്. അപ്പോൾ നീതി ആയോഗ് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് ആയി പ്രവർത്തിക്കുന്നതും നീതി ആയോഗാണ്. ആസൂത്രണ കമ്മീഷനെ അപേക്ഷിച്ച് നീതി ആയോഗ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അപ്പോൾ നീതി ആയോഗ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ നീതി ആയോഗ് 2015 ജനുവരി 1-ന് ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികൾക്കും പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷൻ 2014 ആഗസ്റ്റ് 17 വരെയാണ് അതിൻ്റെ പ്രവർത്തനം നടത്തിയത്. അതിനുശേഷം 2015 ജനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. പരമാവധി ഭരണം മിനിമം സർക്കാർ, അതായത് മാക്സിമം ഗവേണൻസ് ആൻഡ് മിനിമം ഗവൺമെൻറ് എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീതി ആയോഗ് രൂപം കൊണ്ടത്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ചുമതല. ടീം ഇന്ത്യ. നീതി ആയോഗിൻ്റെ ആദ്യ മീറ്റിംഗ് അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ്. ഇത് ഫെബ്രുവരി 8, 2015 ഫെബ്രുവരി 8-നായിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, തിങ്ക് ടാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നീതി ആയോഗാണ്. ആസൂത്രണ കമ്മീഷനെ അപേക്ഷിച്ച് നീതി ആയോഗ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. നീതി ആയോഗിൻ്റെ ഘടന. പ്രധാനമന്ത്രി, എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, നിയമസഭകൾ ഉൾപ്പെടെ മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, നീതി ആയോഗ് വൈസ് ചെയർമാൻ, മുഴുവൻ സമയ അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവരാണ് നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നത്. അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാനായിട്ട് വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന ഒരു വ്യക്തി. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കേന്ദ്രമന്ത്രിമാരുടെ കൗൺസിലിൽ നിന്ന് പരമാവധി 4 അംഗങ്ങളെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്നു. ഗവേണിംഗ് കൗൺസിൽ. ടീം ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇതിലും പ്രധാനമന്ത്രി, വൈസ് ചെയർപേഴ്സൺ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, മുഴുവൻ സമയ അംഗങ്ങൾ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവർ ഉൾപ്പെടുന്നു. ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശ ഭരണാധികാരികൾ പോലുള്ള പ്രത്യേക ക്ഷണിതാക്കൾ ഉണ്ടായിരിക്കും. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഒരു CEO ഉണ്ട്. പ്രധാനമന്ത്രി ഒരു നിശ്ചിത കാലയളവിലേക്ക് നിയമിക്കുന്നു. നീതി ആയോഗിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് CEO ആണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി പദവി വഹിക്കുന്നതും ഈ നീതി ആയോഗിൻ്റെ CEO ആണ്. മുഴുവൻ സമയ അംഗങ്ങൾ സാമ്പത്തിക ശാസ്ത്രം, മറ്റ് വിഷയങ്ങൾ എന്നിവയിലെ വിദഗ്ധരാണ് മുഴുവൻ സമയ അംഗങ്ങളായിരിക്കുന്നത്. പ്രത്യേക ക്ഷണിതാക്കളായിട്ടുള്ളത് വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ, പ്രാക്ടീഷണർമാർ എന്നിവരെയാണ് പ്രത്യേക ക്ഷണിതാക്കൾ. പിന്നെ പ്രാദേശിക കൗൺസിലുകളുണ്ട്. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ച ഈ കൗൺസിലുകളിൽ മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രിയോ നിയുക്ത പ്രതിനിധിയുമാണ് ഇവയുടെ അധ്യക്ഷൻ. അപ്പോൾ നീതി ആയോഗിൻ്റെ ഘടന എന്ന് പറയുന്നത്, നീതി ആയോഗിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി, അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, നിയമസഭകൾ ഉൾപ്പെടെ മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, നീതി ആയോഗ് വൈസ് ചെയർമാൻ, മുഴുവൻ സമയ അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവരാണ് നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നത്. അതായത് ഏത് എക്സാമിന് വരാം, നീതി ആയോഗിൽ അംഗമല്ലാത്തത് ആര് എന്നൊക്കെ, അംഗമല്ലാത്തത് ആര് എന്നൊക്കെ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നീതി ആയോഗിൽ അംഗങ്ങളായിട്ട് വരുന്നത് ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിമാർ, പിന്നെ നിയമസഭകൾ ഉൾപ്പെടെ മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, നീതി ആയോഗ് വൈസ് ചെയർമാൻ, മുഴുവൻ സമയ അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവരാണ് നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നത്. അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാനായിട്ട് വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും.
വൈസ് ചെയർപേഴ്സൺ പ്രധാനമന്ത്രി നിയമിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കേന്ദ്രമന്ത്രിമാരുടെ കൗൺസിലിൽ നിന്ന് പരമാവധി 4 അംഗങ്ങളെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്നു. പിന്നെ ഗവേണിംഗ് കൗൺസിൽ, അത് ടീം ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗവേണിംഗ് കൗൺസിലാണ്. ഇതിൽ പ്രധാനമന്ത്രി, വൈസ് ചെയർപേഴ്സൺ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, മുഴുവൻ സമയ അംഗങ്ങൾ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവർ ഉൾപ്പെടുന്നു. ചണ്ഡീഗഡ്, ദാദ്ര, നാഗർ ഹവേലി, ദാമൻ ദിയു, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശ ഭരണാധികാരികൾ പോലുള്ള പ്രത്യേക ക്ഷണിതാക്കൾ ഉണ്ടായിരിക്കും. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO, പ്രധാനമന്ത്രി ഒരു നിശ്ചിത കാലയളവിലേക്ക് നിയമിക്കുന്ന വ്യക്തിയാണ് ആയിരിക്കും ഈ CEO. നീതി ആയോഗിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്രട്ടറി പദവി വഹിക്കുന്നത് നീതി ആയോഗിന്റെ CEO ആണ്. മുഴുവൻ സമയ അംഗങ്ങൾ സാമ്പത്തിക ശാസ്ത്രം, മറ്റ് വിഷയങ്ങൾ എന്നിവയിലെ വിദഗ്ധരായിരിക്കും മുഴുവൻ സമയ അംഗങ്ങളായിട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ, പ്രാക്ടീഷണർമാർ എന്നിവരുണ്ടായിരിക്കും. പിന്നെ പ്രാദേശിക കൗൺസിലുകൾ, പ്രത്യേക പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ച ഈ കൗൺസിലുകളിൽ മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രിയോ നിയുക്ത പ്രതിനിധിയുമാണ് ഇവയുടെ അധ്യക്ഷൻ. അടുത്തത് പിന്തുണയ്ക്കുന്ന സെല്ലുകളും വകുപ്പുകളും. നീതി ആയോഗിന്റെ സർക്കുലർ ഇക്കോണമി സെൽ, കമ്മ്യൂണിക്കേഷൻ സെൽ, ലൈബ്രറി, നോർത്ത് ഈസ്റ്റ് ഫോറം, വോളണ്ടറി ആക്ഷൻ സെൽ എന്നിവയുൾപ്പെടെയുള്ള പ്രത്യേക സെല്ലുകൾ ഇന്ത്യയിലുടനീളം സമഗ്രമായ വളർച്ചയും ഫലപ്രദമായ ഭരണവും വളർത്തിയെടുക്കുന്നതിൻ്റെ ദൗത്യത്തെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ നീതി ആയോഗിലുള്ള സെല്ലുകൾ എന്തൊക്കെ? നീതി ആയോഗിന്റെ സർക്കുലർ ഇക്കോണമി സെൽ, കമ്മ്യൂണിക്കേഷൻ സെൽ, ലൈബ്രറി, നോർത്ത് ഈസ്റ്റ് ഫോറം, വോളണ്ടറി ആക്ഷൻ സെൽ എന്നിവയുൾപ്പെടെയുള്ള പ്രത്യേക സെല്ലുകൾ ഇന്ത്യയിലുടനീളം സമഗ്രമായ വളർച്ചയും ഫലപ്രദമായ ഭരണവും വളർത്തിയെടുക്കുക എന്ന അതിൻ്റെ ദൗത്യത്തെ പിന്തുണയ്ക്കുന്നു. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാനായിരുന്നത് നരേന്ദ്രമോദിയായിരുന്നു. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ, ആദ്യ CEO സിന്ധുശ്രീ ഗുള്ളർ, ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആയിരുന്നതും സിന്ധുശ്രീ ഗുള്ളറാണ്. അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യ ചെയർമാനായിരുന്ന നരേന്ദ്രമോദി, ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ, ആദ്യ CEO സിന്ധുശ്രീ ഗുള്ളർ, ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു സിന്ധുശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ നിലവിലെ ഘടന. നിലവിലെ നീതി ആയോഗിന്റെ ഇത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. നീതി ആയോഗിന്റെ നിലവിലെ ഘടന വരുന്നത് ചെയർമാൻ നരേന്ദ്രമോദി, ഉപാധ്യക്ഷൻ സുമൻ ബെറി, CEO BVR സുബ്രഹ്മണ്യനാണ് CEO. അപ്പോൾ ചെയർമാൻ നരേന്ദ്രമോദി, ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്, CEO BVR സുബ്രഹ്മണ്യൻ. മുഴുവൻ സമയ അംഗങ്ങൾ നമ്മൾ എവിടെ ഇപ്പോൾ പറഞ്ഞു ആരെയാണ് മുഴുവൻ സമയ അംഗങ്ങൾ എന്ന് പറയുന്നത്? സാമ്പത്തിക ശാസ്ത്രം, മറ്റു വിഷയങ്ങൾ എന്നിവയിലെ വിദഗ്ധരാണ് മുഴുവൻ സമയ അംഗങ്ങളായിട്ടിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ സമയ അംഗങ്ങളായിട്ടുള്ളത് പ്രൊഫസർ രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ, ഡോക്ടർ VK സരസ്വത്, ഡോക്ടർ അരവിന്ദ് വീരമണി എന്നിവരാണ് മുഴുവൻ സമയ അംഗങ്ങൾ. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കേന്ദ്ര ക്യാബിനറ്റിൽ നിന്നുള്ളതാണ്. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ എന്നിവരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. പ്രത്യേക ക്ഷണിതാക്കൾ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ഇന്ദ്രജിത് സിംഗ്, വീരേന്ദ്ര കുമാർ, അശ്വനി വൈഷ്ണവ് എന്നിവരാണ് പ്രത്യേക ക്ഷണിതാക്കൾ. നിലവിലെ സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് ഡോക്ടർ K രാജേശ്വര റാവു ആണ്. അപ്പോൾ നീതി ആയോഗിന്റെ നിലവിലെ ഘടന: ചെയർമാൻ നരേന്ദ്രമോദി, ഉപാധ്യക്ഷൻ സുമൻ ബെറി, CEO BVR സുബ്രഹ്മണ്യം, മുഴുവൻ സമയ അംഗങ്ങൾ പ്രൊഫസർ രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ, ഡോക്ടർ VK സരസ്വത്, ഡോക്ടർ അരവിന്ദ് വീരമണി. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ എന്നിവരാണ്. പ്രത്യേക ക്ഷണിതാക്കൾ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ഇന്ദ്രജിത് സിംഗ്, വീരേന്ദ്ര കുമാർ, അശ്വനി വൈഷ്ണവ് എന്നിവരാണ് പ്രത്യേക ക്ഷണിതാക്കൾ. നിലവിലെ സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ K രാജേശ്വര റാവു. അടുത്തത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ്. നീതി ആയോഗിന് പ്രധാനമായിട്ടും 7 ലക്ഷ്യങ്ങളാണുള്ളത്. ഇത് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഇത് തെറ്റിയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ: ആദ്യത്തെ, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്തുക. 2, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. അപ്പോൾ ഇത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളതിന് പറയും പങ്കാളിത്തം കൂട്ടുക എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്, ശരിയോ തെറ്റോ ചോദിച്ചിട്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കണം. പങ്കാളിത്തം കുറയ്ക്കുക എന്നാണ്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അപ്പോൾ ഇത് നോക്കി വയ്ക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്തുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക.
പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. ഇത് SCERTയിലും അങ്ങനെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കുക. 7 ലക്ഷ്യങ്ങളും പഠിച്ചു വയ്ക്കുക. നീതി ആയോഗിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. നയരൂപീകരണം. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി ദീർഘകാല തന്ത്രപരമായ മേഖലാ നയങ്ങൾ തയ്യാറാക്കുന്നത് നീതി ആയോഗാണ്. അടുത്തത് സഹകരണ ഫെഡറലിസം. ഏകോപിത നയനിർവഹണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നു. അടുത്തത് നിരീക്ഷണവും വിലയിരുത്തലും. പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുകയും ഫലങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. അത് നീതി ആയോഗിൻ്റെ ചുമതലയാണ്. തിങ്ക് ടാങ്ക്. ദേശീയ വെല്ലുവിളികളെ നേരിടുന്നതിന് അറിവ്, നവീകരണം, ചിന്താ നേതൃത്വം എന്നിവ നൽകുന്നു. തിങ്ക് ടാങ്ക് ദേശീയ വെല്ലുവിളികളെ നേരിടുന്നതിന് അറിവ്, നവീകരണം, ചിന്താ നേതൃത്വം എന്നിവ നൽകുന്നത് നീതി ആയോഗാണ്. അത് നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ നീതി ആയോഗിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ നയരൂപീകരണം. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി ദീർഘകാല തന്ത്രപരമായ മേഖലാ നയങ്ങൾ തയ്യാറാക്കുന്നു. അതുപോലെ സഹകരണ ഫെഡറലിസം. ഏകോപിത നയനിർവഹണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നു. അടുത്തത് നിരീക്ഷണവും വിലയിരുത്തലും. പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുകയും ഫലങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. അടുത്തത് തിങ്ക് ടാങ്ക് ദേശീയ വെല്ലുവിളികളെ നേരിടുന്നതിന് അറിവ്, നവീകരണം, ചിന്താ നേതൃത്വം എന്നിവ നൽകുന്നു. അടുത്തത് നീതി ആയോഗിന് പ്രധാനമായിട്ടും 2 ഹബ്ബുകളുണ്ട്. ടീം ഇന്ത്യ ഹബ്ബ്, നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ്. അങ്ങനെ 2 ഹബ്ബുകളുണ്ട് നീതി ആയോഗിന്. ഇത് കേന്ദ്ര സർക്കാരുമായുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തിലേക്ക് നയിക്കുകയും കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ടീം ഇന്ത്യ ഹബ്ബ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തിലേക്ക് നയിക്കുകയും കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. പിന്നെ നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് ഇത് നീതി ആയോഗിൻ്റെ തിങ്ക് ടാങ്കായി പ്രവർത്തിക്കുകയും സാമ്പത്തിക നയ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് നീതി ആയോഗിൻ്റെ തിങ്ക് ടാങ്കായി പ്രവർത്തിക്കുകയും സാമ്പത്തിക നയ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബാണ് നീതി ആയോഗിൻ്റെ തിങ്ക് ടാങ്കായി പ്രവർത്തിക്കുന്നത്. പിന്നെ ടീം ഇന്ത്യ ഹബ്ബ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തിലെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് പ്രാധാന്യം നൽകുന്നു. അടുത്തത് മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനമാണ് NILERD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നൊരു സ്ഥാപനമാണ്. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. NILERD എന്തിൻ്റെ കീഴിലാണെന്ന് ചോദിക്കാം. മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനമാണ് NILERD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. നീതി ആയോഗിൻ്റെ പ്രധാന ദൗത്യങ്ങൾ. ശൂന്യ ക്യാമ്പയിൻ. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ശൂന്യ ക്യാമ്പയിൻ. അപ്പോൾ നീതി ആയോഗിൻ്റെ പ്രധാന ദൗത്യങ്ങളിൽ പെട്ടതാണ് ഫസ്റ്റ് ശൂന്യ ക്യാമ്പയിൻ. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ശൂന്യ ക്യാമ്പയിൻ. മിഷൻ ലൈഫ്. 2022-28 കാലയളവിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി കുറഞ്ഞത് 100 കോടി ഇന്ത്യക്കാരെയും മറ്റ് ആഗോള പൗരരെയും അണിനിരത്താൻ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ലൈഫ്. 2022-28 കാലയളവിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി കുറഞ്ഞത് 100 കോടി ഇന്ത്യക്കാരെയും മറ്റ് ആഗോള പൗരരെയും അണിനിരത്താൻ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ലൈഫ്. ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP. രാജ്യത്തുടനീളമുള്ള ഏറ്റവും അവികസിതമായ 112 ജില്ലകളെ വേഗത്തിലും ഫലപ്രദമായി മാറ്റാൻ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം. രാജ്യത്തുടനീളമുള്ള ഏറ്റവും അവികസിതമായ 112 ജില്ലകളെ വേഗത്തിലും ഫലപ്രദമായി മാറ്റാൻ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണിത്. സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തമ്മിലുള്ള ഘടനാപരമായ ഇടപഴകലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തമ്മിലുള്ള ഘടനാപരമായ ഇടപഴകലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. പ്രോജക്റ്റ് സാഥി. സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ. 2017 നീതി ആയോഗ് ഇത് നടപ്പിലാക്കിയത്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ 3 റോൾ മോഡൽ സംസ്ഥാനങ്ങളെ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് സാഥി. റോൾ മോഡൽ സംസ്ഥാനങ്ങളായി തിരഞ്ഞെടുത്തത് ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നിവയാണ്. പ്രോജക്റ്റ് സാഥി സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ. 2017 നീതി ആയോഗ് ഇത് നടപ്പിലാക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ 3 റോൾ മോഡൽ സംസ്ഥാനങ്ങളെ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണിത്. റോൾ മോഡൽ സംസ്ഥാനങ്ങളായി തിരഞ്ഞെടുത്തത് ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നിവയാണ്. അമൃത്.
ഈ അമൃത് എന്നാൽ ആക്സിലറേറ്റഡ് ഇ മൊബിലിറ്റി റവല്യൂഷൻ ഫോർ ഇന്ത്യസ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ്. ഇന്ത്യയിൽ ഇലക്ട്രിക് മൊബിലിറ്റിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള പോർട്ടലാണ് ഈ അമൃത് എന്നത്. ഈ അമൃത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ അമൃത് എന്ന് പറയുന്നത് ഇലക്ട്രിക് മൊബിലിറ്റിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പോർട്ടലാണ്. നീതി ആയോഗിൻ്റെ ഒരു പോർട്ടലാണ് ഈ അമൃത് എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റഡ് ഇ മൊബിലിറ്റി റവല്യൂഷൻ ഫോർ ഇന്ത്യസ് ട്രാൻസ്പോർട്ടേഷൻ. നീതി ആയോഗ് വികസിപ്പിച്ച ഒരു പോർട്ടലാണിത്. UK സഹകരണത്തോടെ ആരംഭിച്ചതാണിത്. പോഷൻ ഗ്യാൻ മാതൃശിശു ആരോഗ്യ ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പോഷകാഹാര അവബോധം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ ശേഖരമാണ് നീതി BIU പദ്ധതിയായ പോഷൻ ഗ്യാൻ. BIU ബിഹേവിയറൽ ഇൻസൈറ്റ്സ് യൂണിറ്റ് എന്നാണ് ഫുൾ ഫോം. ഇത് നീതി ആയോഗിൻ്റെ തന്നെ ഒരു യൂണിറ്റാണ്. പോഷൻ അഭിയാൻ കുട്ടികൾക്കും സ്ത്രീകൾക്കും അമ്മമാർക്കും പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തേണ്ട ഒരു മുൻനിര പരിപാടിയാണ് പോഷൻ അഭിയാൻ. അപ്പോൾ നീതി ആയോഗിൻ്റെ പ്രധാന ദൗത്യങ്ങൾ എന്തൊക്കെ? ശൂന്യ ക്യാമ്പയിൻ, മിഷൻ ലൈഫ്, ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ, പ്രൊജക്ട് സാത്ത് ഈ അമൃത്. പ്രൊജക്ട് സാത്തിയും ഈ അമൃതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ പോഷൻ ഗ്യാൻ, പോഷൻ അഭിയാൻ എന്നിവ എല്ലാം നോക്കി വയ്ക്കുക. അപ്പോൾ ശൂന്യ ക്യാമ്പയിൻ പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ച വായു മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ശൂന്യ ക്യാമ്പയിൻ. വായു മലിനീകരണം 0 ആക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അതാണ് ശൂന്യ ക്യാമ്പയിൻ. മിഷൻ ലൈഫ് 2022 മുതൽ 2028 കാലയളവിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായിട്ട് കുറഞ്ഞത് 100 കോടി ഇന്ത്യക്കാരെയും മറ്റ് ആഗോള പൗരരെയും അണിനിരത്താൻ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ലൈഫ്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം രാജ്യത്തുടനീളമുള്ള ഏറ്റവും അവികസിതമായ 112 ജില്ലകളെ വേഗത്തിലും ഫലപ്രദവുമായി മാറ്റാൻ ലക്ഷ്യമിടുന്നു. അപ്പോൾ ജില്ലകളുടെ നമ്പർ ഓർത്ത് വയ്ക്കാൻ 112. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൻ്റെ കീഴിൽ എത്ര ജില്ലകളാണ് ഉള്ളത് എന്ന് ചോദ്യം വരാം. അപ്പോൾ 112 ജില്ലകളാണ് ഉള്ളത്. അതുപോലെ സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തമ്മിലുള്ള ഘടനാപരമായ ഇടപഴകലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. പ്രൊജക്ട് സാത്തി 2017 നീതി ആയോഗ് ഇത് നടപ്പാക്കിയത്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ 3 റോൾ മോഡൽ സംസ്ഥാനങ്ങളെ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ്. റോൾ മോഡൽ സംസ്ഥാനങ്ങളായി തിരഞ്ഞെടുത്തത് ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നിവയാണ്. പിന്നെ ഈ അമൃത് എന്നാൽ ആക്സിലറേറ്റഡ് ഇ മൊബിലിറ്റി റവല്യൂഷൻ ഫോർ ഇന്ത്യസ് ട്രാൻസ്പോർട്ടേഷൻ. ഇത് UK സഹകരണത്തോടെ ആരംഭിച്ചൊരു പദ്ധതിയാണ്. ഈ അമൃത് എന്ന പോർട്ടൽ വികസിപ്പിച്ചത് നീതി ആയോഗാണ്. ഇന്ത്യയിൽ ഇലക്ട്രിക് മൊബിലിറ്റിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പോർട്ടലാണ് ഇത്. പിന്നെ പോഷൻ ഗ്യാൻ മാതൃശിശു ആരോഗ്യ ഫലങ്ങൾ മെച്ചപ്പെടുത്താനായിട്ടുള്ള പോഷകാഹാരം അവബോധം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ ശേഖരമാണ് പോഷൻ ഗ്യാൻ. അതുപോലെ പോഷൻ അഭിയാൻ കുട്ടികൾക്കും സ്ത്രീകൾക്കും അമ്മമാർക്കും പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഒരു മുൻനിര പരിപാടിയാണ് പോഷൻ അഭിയാൻ. ഇനി അടുത്തത് നീതി ആയോഗിൻ്റെ 7 തൂണുകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1 ജനപക്ഷം. ഈ സ്തംഭം സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും അഭിലാഷങ്ങൾ നിറവേറ്റുന്നുവെന്ന് വിശദീകരിക്കുന്നു. മുൻകരുതൽ. മറ്റു കാര്യങ്ങളെക്കാൾ പൗരന്മാരുടെ ആവശ്യങ്ങൾ പ്രവചിക്കുന്നതിലും അവയോട് പ്രതികരിക്കുന്നതിലും ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പങ്കാളിത്തം. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന് വേണ്ടിയാണ് നീതി ആയോഗ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഓരോ പൗരനും ജനാധിപത്യ അവകാശങ്ങൾ നൽകുന്നു. അതിനാൽ ഏതൊരു തന്ത്രത്തിനും തയ്യാറെടുക്കുമ്പോൾ ഓരോ പൗരൻ്റെയും പങ്കാളിത്തം കണക്കിലെടുക്കുന്നു. ശാക്തീകരണം. ഇത് സ്ത്രീകൾക്കും ബഹുമാനം നൽകുന്നു. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതിൻ്റെ എല്ലാ വശങ്ങളിലും ശാക്തീകരണം നൽകുന്നു. പിന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തൽ. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇത് ആളുകളെ വേർതിരിക്കുന്നില്ല. ജാതി, മതം, ലിംഗഭേദം എന്നിവ കണക്കിലെടുക്കാതെ എല്ലാ ആളുകൾക്കും ഇത് ഒരേ ബഹുമാനം നൽകുന്നു. സമത്വം. നീതി ആയോഗ് സമത്വത്തിൽ അധിഷ്ഠിതമാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്ക് അവരുടെ നൂതന ചിന്താഗതി കാരണം അവസരം നൽകുന്നു. സുതാര്യത സർക്കാരിനെ ദൃശ്യവും പ്രതികരണശേഷിയുള്ളതുമാക്കുന്നു. അതിനാൽ നീതി ആയോഗ് പൂർണ്ണമായും സുതാര്യമാണ്. നീതി ആയോഗിൻ്റെ 7 തൂണുകൾ എന്നറിയപ്പെടുന്നത് ജനപക്ഷം, മുൻകരുതൽ, പങ്കാളിത്തം, ശാക്തീകരണം, എല്ലാവരെയും ഉൾപ്പെടുത്തൽ, സമത്വം, സുതാര്യത എന്നിവയ്ക്കാണ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വെറുതെ വായിച്ചു പോയാൽ മതി. അടുത്തത് നീതി ആയോഗിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് നീതി ആയോഗിൻ്റെ ഭാഗത്തുനിന്ന് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത്. ആദ്യം ഇപ്പോൾ 2015 സ്ഥാപിതമായ നീതി ആയോഗിൻ്റെ 10ാം വർഷമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ 2025 മെയ് 24 നടന്ന നീതി ആയോഗിൻ്റെ 10ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. നീതി ആയോഗിൻ്റെ 10ാമത് ഗവേണിംഗ് കൗൺസിൽ നടന്നത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ്. 2025 മെയ് 24 നടന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് നടന്നതാണ്, പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻ. അതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് നരേന്ദ്രമോദി ആയിരുന്നു. 24 സംസ്ഥാനങ്ങളെയും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും ഇതിൽ പങ്കെടുത്തു. ഈ വർഷത്തെ പ്രമേയമായിട്ടുണ്ടായിരുന്നത് വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് അറ്റ് 2047 എന്നാണ്. അവർ ഈ പ്രമേയം ഓർത്തുവയ്ക്കുക, വികസിത് രാജ് ഫോർ വികസിത് ഭാരത് അറ്റ് 2047.
2047 ഒരു നല്ല ഒരു രാജ്യത്തെ സൃഷ്ടിക്കുക എന്നതാണ്. വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് എന്നാണ്. അപ്പോൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് 10ാമത് ഗവർണിംഗ് കൗൺസിൽ, നീതി ആയോഗിൻ്റെ 10ാമത് ഗവർണിംഗ് കൗൺസിൽ നടന്നത്. 2025 മെയ് 24 ഇത്. നരേന്ദ്രമോദിയായിരുന്നു അധ്യക്ഷൻ. 24 സംസ്ഥാനങ്ങളെയും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും ഇതിൽ പങ്കെടുത്തു. ഈ വർഷത്തെ പ്രമേയം വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് 2047 എന്നാണ്. അടുത്തത് നീതി ആയോഗ് ആരോഗ്യ സൂചിക. അതിപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ജൂലൈ 10-ാം തീയതിയാണ് ഇത് വന്നത്. 90 പോയിന്റുമായി ഗുജറാത്ത് 1ാം സ്ഥാനം നിലനിർത്തി. മഹാരാഷ്ട്രയും ഉത്തരാഖണ്ഡും 84 പോയിന്റ് 2ാം സ്ഥാനവും, ഹിമാചൽ പ്രദേശ് തൊട്ട് പിന്നിലും, പിന്നെ അതുപോലെ കേരളവും കർണാടകയും 4ാം സ്ഥാനവും പങ്കിട്ടു. അപ്പോൾ കേരളത്തിന് 4ാം സ്ഥാനമാണുള്ളത്. നീതി ആയോഗ് ആരോഗ്യ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 4ആണ്. അപ്പോൾ 90 പോയിന്റുമായിട്ട് ഗുജറാത്താണ് 1ാം സ്ഥാനത്ത്. അടുത്തത് നീതി ആയോഗ് പുറത്തിറക്കിയ 18 പ്രധാന സംസ്ഥാനങ്ങളിൽ 2025 ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഒഡീഷ 1ാമതെത്തി. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധനകാര്യ വിവേകം, വരുമാന, ഉൽപ്പാദനം, ചെലവ് മാനേജ്മെൻറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളെ ധനകാര്യ ആരോഗ്യ സൂചിക വിലയിരുത്തുന്നത്. ഛത്തീസ്ഗഡ്, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. കേരളം 15ാം സ്ഥാനത്താണ്. അപ്പോൾ നീതി ആയോഗ് പുറത്തിറക്കിയ ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഒഡീഷയാണ് 1ാമത്. ആരോഗ്യ സൂചികയിൽ ഗുജറാത്താണ് 1ാമത്. അതിൽ കേരളത്തിൽ 4ാം സ്ഥാനമാണ്. ഇതിൽ ധനകാര്യ ആരോഗ്യ സൂചികയിൽ കേരളത്തിന് 15ാം സ്ഥാനമാണ്. അപ്പോൾ ഇത്രയാണ് നീതി ആയോഗിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കാൻ ശ്രമിക്കാം. ടൈം കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമിന് മുമ്പ് ഇട്ട് തരാം. പിന്നെ ഇതിൻ്റെ PDF ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.